ഓക്കെ, അടുത്തതായിട്ട് നമ്മളിപ്പം പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഇനി പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു റിസൾട്ടും കൂടെ നമുക്ക് നോക്കാനുണ്ട്. സോ പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ എന്താണ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് എക്സ് കോമ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. ഇവിടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സോ ടി എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണ്. സോ പോസിറ്റീവ് ആണെങ്കിൽ ടി ഷുഡ് ബി ഗ്രേറ്റർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഓൾസോ വി ആർ സീയിങ് ദാറ്റ് ഇഫ് ടി വൺ ആൻഡ് ടി ടു ആർ പോസിറ്റീവ്, ടി വൺ പ്ലസ് ടി ടു വിൽ ബി പോസിറ്റീവ്. ആൻഡ് ഓൾസോ എസും ടിയും പോസിറ്റീവ് ആണെങ്കിൽ ആൻഡ് ഓൾസോ ഇഫ് എസ് ആൻഡ് ടി ആർ കമ്മ്യൂട്ടിങ് ദെൻ യു ഹാവ് എസ് ടി ഈസ് ഓൾസോ പോസിറ്റീവ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ ലെക്ചറിൽ നോക്കിയതാണ്. ഇതിൽ സിമ്പിളായിട്ട് വേറെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോണോട്ടോണിക്. ഇപ്പോൾ പോസിറ്റീവായി ഓർഡറിംഗ് ആയി ഇപ്പോൾ നമുക്ക് വി ക്യാൻ ടോക്ക് ഓഫ് മോണോട്ടോണിക് സീക്വൻസ്. സോ ടി എൻ ഒരു മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വൺ ലെസ് ദാർ ഈക്വൽ ടു ടി ടു ലെസ് ദാർ ഈക്വൽ ടു ടി ത്രീ ലെസ് ദാർ ഈക്വൽ ടു, അതാണ് ഇൻക്രീസിങ്. മോണോട്ടോണിക് ഇവിടെ ലെസ് ദാർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡറിംഗ് അല്ലേ. ടി വൺ ലെസ് ദാർ ഈക്വൽ ടു ടി ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടി വൺ എക്സ് എക്സ് ഷുഡ് ബി ലെസ് ദാർ ഈക്വൽ ടു ടി ടു എക്സ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. സോ അതുപോലെ നമുക്ക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. അതിനാണ് മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് പറയുന്നത്. മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് പറയുമ്പോൾ ടി വൺ ഗ്രേറ്റർ ഈക്വൽ ടു ടി ടു ഗ്രേറ്റർ ഈക്വൽ ടു ടി ത്രീ ഗ്രേറ്റർ ഈക്വൽ. സോ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതിനാണ് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ്. സോ നമ്മൾ റിയൽ നമ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് എബോ ആണെങ്കിൽ ഇറ്റ് വിൽ കൺവേർജ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ അതുപോലത്തെ ഒരു സിമിലർ റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഒരു ടി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ടി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are a sequence of bounded self-adjoint linear operators. Okay, so bounded self-adjoint linear operators with the property that T1 is less than equal to T2 is less than equal to, okay, T1 is less than equal to T2 is less than equal to etc. less than equal to some K. Okay, so where K is a bounded self-adjoint operator. Okay, so ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ബേസിക്കലി യു ആർ ഗെറ്റിംഗ് എ മോണോട്ടോണിക് ഇൻക്രീസ് ഇൻ സീക്വൻസ് വിച്ച് ഇസ് ബൗണ്ടഡ് അബോ. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കൺവേർജൻ. സോ വി ക്യാൻ ഫൈൻഡ് എ സോ ബേസിക്കലി ഇവിടെ പറയുന്നത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അവിടെ ഈ പോസിറ്റിവിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ടി എം ഷുഡ് കമ്മ്യൂട്ട് വിത്ത് എവറി അതർ ടി എൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഓൾസോ കമ്മ്യൂട്ട് വിത്ത് ടി കെ. സോ ബേസിക്കലി Tm Tn is actually equal to Tn Tm for n comma n in this 1 2 etc. അതുപോലെ തന്നെ ഈ ടി എൻസ് എല്ലാം കെ യുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ ടി ഓപ്പറേറ്റർ ടി സച്ച് ദാറ്റ് ടി എൻ ഓഫ് എക്സ് സച്ച് ദാറ്റ് ടി എൻ കൺവേർജസ് ടു ടി സ്ട്രോങ്ലി. ഓക്കെ, സോ ടി എൻ കൺവേർജസ് ടു ടി സ്ട്രോങ്ലി അതായത് ബേസിക്കലി എൻ്റെ അർത്ഥം എന്താ? ടി എൻ എക്സ് കൺവേർജസ് ടു ടി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. സോ ടി എൻ എക്സ് കൺവേർജസ് ടു ടി എക്സ് സ്ട്രോങ്ലി ആൻഡ് ഓൾസോ ദിസ് ലിമിറ്റ് ഓപ്പറേറ്റർ ടി എനിക്ക് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലീനിയർ ആയിരിക്കും, ഇറ്റ് വിൽ ബി ബൗണ്ടഡ് ആയിരിക്കും ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി സെൽഫ് അഡ്ജോയിൻറ്റ് ആൻഡ് മോർ ഓവർ ദ ടി വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു കെ. ഓക്കെ, ഇതാണ് അടുത്ത റിസൾട്ട്. സോ ഒന്നുകൂടെ റീക്യാപ്പ് പറയുകയാണെങ്കിൽ നമുക്കൊരു മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ടി വൺ ലെസ് ദാൻ ടി ടു എക്സെട്ര ടി എൻ ലെസ് ദാൻ എക്സെട്ര ലെസ് ആർ ഈക്വൽ ടു കെ ആണ്, വേർ ദിസ് ടി ഐസ് ആർ ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ് and K is also a bounded linear and self-adjoint operator. Then what can we say? We say that and also suppose your Tn's commute with each other, Tn's commute with each other and also commute with K ആണെങ്കിൽ you can say you can find an operator T such that Tn converges to T strongly. Okay, അതായത് ടി എൻ ഓഫ് എക്സ് കൺവേർജസ് ടു ടി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എച്ച് ആൻഡ് മോർ ഓവർ ടി ഈസ് ഓൾസോ എ ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റേജ് ആണ്. സോ നേരത്തെ പോലെ തന്നെ രണ്ട് സ്റ്റേജ് എടുക്കും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ, സോ നമ്മുടെ കണ്ടീഷൻ ടി വൺ ഈസ് ലെസ് ആർ ഈക്വൽ ടു ടി ടു ലെസ് ആർ ഈക്വൽ ടു എക്സെട്ര less than or equal to k. So I'm going to define a new sequence Sn. I'm going to define Sn as k minus Tn. Okay, so obviously k minus Tn will be greater or equal, so the positive operators like one. So k minus Tn will always be greater or equal to 0. So next I'm going to show that the sequence Sn square xx. Okay, so Sn square xx, Sn square എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ ആ ഒരു സെൽഫ് അഡ്ജോയിനസ് പ്രോപ്പർട്ടീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷോ ദാറ്റ് Sn square xx converges for every x in H.
ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഷോ ദാറ്റ് യുവർ ദിസ് സീക്വൻസ് ടി എന്ന് പറഞ്ഞത് കോഷിയാന്ന് കാണിക്കും. പിന്നെ ഹിൽബർട്ട് സ്പേസിൽ കോഷി സീക്വൻസ് ടി എൻ ഓഫ് എക്സ് കോഷിയാന്ന് കാണിക്കും, ഫോർ ഇനി എക്സ് എന്ന് കാണിക്കും. സോ ഹിൽബർട്ട് സ്പേസിൽ ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹാവ് ഇറ്റ് ഷുഡ് ബി കൺവേർജൻറ്റ്. സോ ആ ഒരു കോഷിയാണെങ്കിൽ കൺവേർജൻ്റ് ആണെന്നുള്ള റിസൾട്ട് വരേണ്ടി വരും. സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഷോ ദാറ്റ് എസ് എൻ സ്ക്വയർ എക്സ് എക്സ് converges for every x element of h. Okay, so first of all, Sn എന്ന് പറഞ്ഞാൽ k minus tn ആണ്. kയും tനും സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് Sn ഈസ് ഓൾസോ സെൽഫ് അഡ്ജോയിൻ്റ്. എന്താ കാര്യം? അതായത് Sn എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താവും? ദാറ്റ് ഈസ് ആക്ച്വലി k മൈനസ് tn ഓഫ് എക്സ് എക്സ് ആവും. ലീനിയാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് k എക്സ് എക്സ് മൈനസ് tn എക്സ് എക്സ്. then you can use ഈ കെയും ടി എൻ ഒക്കെ സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി എക്സ് കെ എക്സ് എക്സ് ടി എൻ എക്സ് ആവും. അതിൽ നിന്ന് നമുക്ക് എക്സ് കെ മൈനസ് ടി എൻ എക്സ് എടുക്കാം. സോ വിൽ ബി ഗെറ്റിംഗ് എസ് എൻ എക്സ് ഇസ് സെൽഫ് അഡ്ജോയിൻ്റ്. ഓക്കെ, ഇനി എനിക്ക് അടുത്ത കാണിക്കാൻ വെച്ചാൽ ഈ ഒരു സാധനം എസ് എൻ സ്ക്വയർ എക്സ് എക്സ് കൺവേർജ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഐ എം ഡൂയിങ് സം കമ്പ്യൂട്ടേഷൻസ് ഹിയർ. സോ ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ജസ്റ്റ് കമ്പ്യൂട്ട് വാട്ട് ഈസ് എസ് എം സ്ക്വയർ മൈനസ് എസ് എൻ ഇൻറ്റു എസ് എം ആൻഡ് ഓൾസോ സപ്പോസ് യുവർ എം ഈസ് ലെസ് ദാൻ എൻ. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, യു ക്യാൻ അപ്ലൈ ദ ഡെഫിനിഷൻ ഹിയർ. എന്ത് വരും അപ്പം? എസ് എം എന്ന് പറഞ്ഞാൽ എന്താ? എസ് എം എന്ന് പറഞ്ഞാൽ കെ മൈനസ് ടി എം. എൻ്റെ കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. മൈനസ് കെ മൈനസ് ടി എൻ ഇൻറ്റു കെ മൈനസ് ടി എം വരും. എക്സ്പാൻഡ് ചെയ്യുക. സോ എന്ത് വരും? കെ സ്ക്വയർ മൈനസ് ടു കെ ടി എം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തേക്ക് എടുക്കാം, അതിന് ബെറ്റർ അതാണ്. സോ കെ മൈനസ് ടി എം പുറത്തേക്ക് എടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് എന്ത് കിട്ടും? കെ മൈനസ് ടി എം ഫസ്റ്റ് ടേം ഉണ്ടാവും മൈനസ് കെ മൈനസ് ടി എം പുറത്ത് കെ മൈനസ് ടി എൻ വരും. സോ ബേസിക്കലി കെ പ്ലസ് ടി എൻ വരും. സോ യു വിൽ ബി ഗെറ്റിംഗ് കെ മൈനസ് ടി എം ഇൻറ്റു ഇതെന്തായത് യു വിൽ ബി ഹാവിങ് ടി എൻ മൈനസ് ടി എം. ഓക്കെ, നോ കെ മൈനസ് ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കെ ഇത് എല്ലാം ബൗണ്ടഡ് അബോ ആണ്. കെ ബൗണ്ട് ഓഫ് ദിസ് ആണ്. സോ ലെസ് ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. സോ സപ്പോസ് കെ മൈനസ് ടി എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആൻഡ് ഓൾസോ എം ഈസ് ലെസ് ദാൻ എൻ and also t ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ദിസ് ഓൾസോ വിൽ ബി ഗ്രേറ്റർ ആൻഡ് 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ഓക്കെ, സോ യു ഹാവ് ഗോട്ട് your sm square is greater or equal to sn into sm where your n is greater than m. n greater than n is greater than m. Okay, ഇനി തിരിച്ചുള്ളത്. സോ സപ്പോസ് ഐ എം ഗോയിങ് ടു ഫൈൻഡ് വാട്ട് ഈസ് എസ് എൻ എസ് എം മൈനസ് എൻ. ഇതേ കണ്ടീഷൻ തന്നെ എസ് എൻ സ്ക്വയർ എന്താണെന്ന് നോക്കും. again you apply the same properties. what will you get? k minus tn into k minus tm മൈനസ് കെ മൈനസ് ടി എൻ സ്ക്വയർ വരും. കെ മൈനസ് ടി എൻ പുറത്തേക്ക് എടുക്കാം. സോ ഇറ്റ് വിൽ ബി കെ മൈനസ് ടി എൻ ഇൻറ്റു എന്താ വരിക? കെ മൈനസ് ടി എം മൈനസ് കെ പ്ലസ് ടി എൻ വരും. സോ അതെന്ത് വരും? സോ ദാറ്റ് ഈസ് ആക്ച്വലി യു വിൽ ബി ഗെറ്റിംഗ് കെ മൈനസ് ടി എൻ ഇൻറ്റു ടി എൻ മൈനസ് ടി എം വരും. സോ ദിസ് ഇസ് ഓൾസോ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ബിക്കോസ് കെ മൈനസ് ടി ഇസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആൻഡ് എൻ ഇസ് ഗ്രേറ്റർ ആൻഡ് എം ആണ്. സോ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റർ ആൻഡ് 1. സോ ദാറ്റ് മീൻസ് Sn Sm is greater or equal to Sn square. So you have got Sm square is greater or equal to Sn Sm, which is again greater or equal to Sn square, where your n is greater than m. ഇപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, now I'm going to show that നിങ്ങളുടെ സീക്വൻസ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ആദ്യം Sm square എക്സ് എക്സ് അത് കൺവേർജൻ്റ് ആണ് കാണിക്കണം. ഓക്കെ, സോ ബേസിക്കലി എസ് എം സ്ക്വയർ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എനിവേ വിൽ ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എസ് എൻ എസ് എം എക്സ് എക്സ്. ഓക്കെ, എസ് എൻ എസ് എം എക്സ് എക്സ് ആണ്. ദാറ്റ് ഈസ് അഗെയിൻ ഗ്രേറ്റർ ആർ ഈക്വൽ ടു എസ് എൻ സ്ക്വയർ എക്സ് എക്സ്. ഓക്കെ, സോ എസ് എൻ സ്ക്വയർ എക്സ് എക്സ് ആണ്. സോ ബേസിക്കലി ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എസ് എൻ എക്സ് കൊമ്മ എസ് എൻ എക്സ് ആണ്. ഓക്കെ, so that is nothing but norm of Sn x the whole square. Okay, now that quantity is always positive greater or equal to 0. Okay, so ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ m എന്ന് പറഞ്ഞത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ n എന്ന് എൻ്റെ പ്രോപ്പർട്ടി എനി നമ്പർ ഗ്രേറ്റർ ആർ ഈക്വൽ ടു m ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ m ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ n ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു m എന്നുള്ളതാണ്. സോ n എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. സോ യു ആർ ഗെറ്റിംഗ് ദാറ്റ് എന്ത് കിട്ടും? സോ എന്താ സംഭവിക്കുക? സോ ദാറ്റ് മീൻസ് യു വിൽ ഫൈൻഡ് ദാറ്റ് എന്ത് കിട്ടുക? ഈ എസ് എം സ്ക്വയർ എക്സ് എക്സ് എന്ന് പറഞ്ഞ സാധനം എസ് എം സ്ക്വയർ എക്സ് എക്സ് എന്ന് പറഞ്ഞ സാധനം ആസ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ. സോ ബേസിക്കലി ദിസ് ഈസ് എ മൊണോട്ടോണിക്. നോക്കിയാൽ ഇത് ഗ്രേറ്റർ ആർ ഈക്വൽ ടു എസ് എൻ സ്ക്വയർ എക്സ് എക്സ് ആണ്. സോ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. ഓക്കെ, സോ ദിസ് ഈസ് എ
ഡിക്രീസിങ് സീക്വൻസ്, ഇതൊരു ഡിക്രീസിങ് സീക്വൻസ്, അത് മോണോട്ടോണിക് സീക്വൻസ് ആണ്, വിച്ച് ഈസ് ബൗണ്ടഡ് ബിലോ. ആൻഡ് ഓൾസോ, so what can you say? So this is a decreasing sequence which is bounded below. That means this sm square. So a decreasing sequence bounded below ആണെങ്കിൽ ഉറപ്പായിട്ടും it will be converging to its infimum ആയിരിക്കും. That means the sequence sm square xx is convergent. So sm square xx is convergent. So it's a decreasing sequence of bounded below ആണ്. So basically this converges. Okay. Now ഇത് വെച്ചോണ്ട് now we'll show that നമുക്ക് ആക്ച്വലി വേണ്ടത് എന്താണ് വേണ്ടത്? We have to show that TNX converge ചെയ്യുന്നതാണ്. So we'll show that TNX converges from this. Okay, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ I'll show that SM of x is a Cauchy sequence. First I'll prove that SM of x is a Cauchy. So SM എന്ന് പറഞ്ഞാൽ എന്താണ്? SM എന്ന് പറഞ്ഞാൽ it is K minus Tn ആണ്. So first I'll prove that SM of x is a Cauchy sequence. From this I'll deduce that Tn of x is a Cauchy sequence. So Tn of x converges. From this I'll reduce. So Sm of x Cauchy sequence ആണ് കാണിക്കാൻ വേണ്ടി I'll try what is Sm of x minus Sn of x. Okay, inner product കൊണ്ടുവരാൻ വേണ്ടി സ്ക്വയർ കൊടുക്കും. So what will this be? This is actually equal to inner product Sm minus Sn of x, comma Sm minus Sn of x. Inner product of Sm minus n, that is actually equal to Sm minus Sn square of x, comma x, due to the self-adjoinance property. So that is, so ഇതെന്താ expand ചെയ്യുകയാണെങ്കിൽ that is actually equal to Sm square ആവും minus 2 Sm ആവും plus Sn square ആവും of x comma x. Now apply the linearity, so we'll be getting that is actually equal to Sm square x comma x, okay, minus 2 Sn Sm x comma x plus Sn square x comma x. Okay, but already you know that നമുക്കറിയാം Sm square is greater or equal to Sn Sm is greater or equal to Sn square. Okay, so ഇവിടെ subtraction ആണ്. So if I subtract a small quantity, obviously this thing will become bigger. So if I subtract a smaller quantity, Sn square, so this will become Sm square x comma x minus small quantity Sn square. So basically minus 2 into Sn square x comma x. So ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് പകരം I am applying this plus Sn square x comma x. This is nothing but Sm square x comma x minus Sn square x comma x വരും. So that is, this is less than or equal to this, but this sequence converge നമ്മൾ already കാണിച്ചു. Hence എന്തായിരിക്കും? This will go to 0. That is Smx is a Cauchy sequence. So you are getting Smx is a Cauchy sequence എന്ന് കിട്ടും. But your underlying space H is a Hilbert space. Therefore, എന്ത് സംഭവിക്കണം? Smx should be, that means Smx should converge. Now Smx എന്ന് പറഞ്ഞാൽ എന്താ? Smx converge ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? That means your so Smx converges for each x. The x arbitrary ആയിരുന്നു. For each x in LH converge ആണ്. ഇനി Sm എന്ന് പറഞ്ഞാൽ എന്താ? Sm എന്ന് പറഞ്ഞാൽ it is actually k minus Tm ആണ്. So that means k fixed ആണ്. K minus Tm of x converges for each x in H. K fixed ആണ്. That means Tm of x converge ചെയ്യും. So that means Tm of x converges for each x element of x. ആ ലിമിറ്റിംഗ് ഓപ്പറേറ്റർ നമ്മൾ t എന്ന് വിളിക്കുക. So let me call it as t. So let t be the limiting operator of tmx. Okay, so tmx converges to tx for each x in h, for each x in h ആണ്. Therefore so this t of x and properties നോക്കും. So tmx എന്നൊക്കെ പറഞ്ഞാൽ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. So linear operators limit again linear ആണ്. So that means t is linear. Okay, and also tmx converges tx for each x element of h ആണ്. So ഓരോ x-നും it will be a bounded sequence. t എന്ന് പറഞ്ഞാൽ it will be a bounded sequence ആയിരിക്കും. So for point wise bounded ആണെങ്കിൽ നമുക്കറിയാം by uniform boundedness principle t of x is bounded ആയിരിക്കും. t is bounded ആയിരിക്കും അല്ലേ? ഓരോ point wise bounded ആണെങ്കിൽ ഇതെല്ലാം യൂണിഫോം ബൗണ്ടഡ് if the underlying space is complete. So that means t is bounded ആയിരിക്കും. ലീനിയർ ആണ്, ബൗണ്ടഡ് ആണ്. ഇതും കൂടെ കാണിക്കണം, സെൽഫ് അഡ്ജോയിന്റും കൂടെ കാണിക്കും. So basically tx x എന്ന് പറഞ്ഞാൽ it is actually limit
n tends to infinity tnx comma x ആയിരിക്കും. But inner product continuous ആണെന്ന് അറിയാം. So that means this means limit n tends to infinity x tn of x വരും. Now you are limiting inner product interchange because inner product is continuous. So you'll be getting x dx. So that means t is also self-adjoint, and moreover you have every tn of x is tn is less than or equal to k ആണ്. Hence limit n tends to infinity tn also should be less than or equal to k. That means t less than or equal to k ആയിരിക്കും. So you are getting, so നമുക്കൊരു monotonic increasing sequence bounded above ആണെങ്കിൽ you can find a limit function t which is linear, which is bounded, which is self-adjoint, and also has the property that t is less than or equal to k. Okay, so ഇതാണ് monotone convergence theorem. Okay, so this completes this section.